വന്ന ദിവസം മുതൽ ബെഞ്ചും പൊക്കി പിടിച്ച് പല ക്ലാസ്സുകളിലായിട്ട് പോവുകയാണ്. എന്നുവെച്ചാൽ ഞങ്ങളുടെ സ്കൂളിൽ കുട്ടികൾ ഒരുപാടുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ക്ലാസ് റൂമുകളില്ല. ഒരുപാട് പലരുടെയും കയ്യിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ പലരെയും സൂചിപ്പിച്ചു, പക്ഷെ ഇതുവരെ അതിനൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ 4 ബാച്ചിലെ 420 കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. ഒരു ക്ലാസ്സിൽ 60 പേർ വീതം. നിലവിലുള്ള ഇടിഞ്ഞു വീഴാറായ കെട്ടിടത്തിൽ 8 ക്ലാസ് മുറികളുണ്ടെങ്കിലും വൃത്തിയുള്ളത് ഒരെണ്ണം മാത്രം. ആദ്യം ആ ക്ലാസ് റൂമിലായിരുന്നു. അവിടെ മഴ വീഴുമ്പോൾ ചോരുക, അപ്പം അത് വെച്ച് പഠിപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ ഒത്തിരി വെയിൽ വരുമ്പോൾ ചൂടാ, അതുകൊണ്ട് ഞങ്ങളെ ഓഡിറ്റോറിയത്തിൽ കൊണ്ടിരുത്തി. അന്നേരം ഒരു മാസം ഞങ്ങൾ അവിടെ സ്വസ്ഥമായിട്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വേറൊരു അപ്പുറത്തെ ഒരു ഷെഡിലാണ് കൊണ്ടിരുത്തിയത്. അവിടെ ഇരുന്നപ്പോൾ അവിടെ ഞർക്കീലി അതുപോലൊക്കെ ഓരോ സ്മെല്ലും ഒക്കെ അടിച്ച് പിന്നെ അവിടെ ഒരു മാസം ഇരുന്നു. അത് ഞങ്ങൾ ഒരു മാസം കൃത്യമായിട്ട് പഠിച്ചെന്ന് പറഞ്ഞാൽ ആ നല്ല ഹാളിരുന്ന പഠി. വർഷങ്ങളുടെ പഴക്കമുള്ള കെട്ടിടത്തിലാണ് ഇപ്പോഴും ലാബടക്കം പ്രവർത്തിക്കുന്നത്. നഗരസഭയുടെ വെളിപ്പാടുകളെ പ്രവർത്തിക്കുന്ന സ്കൂളിനെ അധികൃതർ പരിഗണിക്കാത്തതാണ് പ്രധാന പ്രശ്നമായി കുട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രശ്നത്തിന് പരിഹാരം കാണും വരെ സമരം നടത്താനാണ് പെൺകുട്ടികളുടെ തീരുമാനം. മീഡിയ 1 ആലപ്പുഴ.